ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നയൻതാര സ്റ്റോറി വേഴ്സ്. എൻ്റെ പേര് നയൻതാര എന്നാണ്. പിന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തെ കുറച്ച് മെമ്മറീസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ ഒരു കാരണമുണ്ട്. ബിക്കോസ് എൻ്റെ ആ കുട്ടിക്കാലം എന്ന് പറയുന്നത് 90s കിഡ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നും ടോട്ടലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് ആ കാലഘട്ടങ്ങളിലേക്കുള്ള ഷിഫ്റ്റ്, ഇൻ്റർനെറ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻ്റർനെറ്റ് വേൾഡിലോട്ടുള്ള ഒരു ഷിഫ്റ്റ് നമ്മൾ നേരി കണ്ട ഒരു ജനറേഷനാണ് ശരിക്കും 90s കിഡ്സ് ആണ്. ഞാൻ ജെൻസിയിലാണ് വരുന്നത്. ബട്ട് എന്നാലും ഭയങ്കര ഷിഫ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് കുറച്ച് ഒരു നാച്ചുറൽ ആയിട്ടുള്ള പണ്ടത്തെ ഒരു കാലഘട്ടത്തിനെ ഉൾക്കൊള്ളുന്ന രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ആഫ്റ്റർ 20 ഇയേഴ്സ് ഞാൻ അന്ന് നടന്ന ആ സ്ഥലങ്ങളിലൂടെയൊക്കെ ഒന്ന് നടക്കാം, ഒരു വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് അവിടെ പ്ലേസിലേക്ക് പോയപ്പം അങ്ങനെ ഒരു സ്ഥലം അവിടെ എക്സിസ്റ്റിംഗ് അല്ല. അപ്പൊ ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാരണം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ആ ഒരു സ്ഥലത്ത് നടന്നേക്കുന്നത്. പണ്ട് ഇപ്പോഴും എൻ്റെ മെമ്മറീസിലുള്ള ഞാൻ നടന്നു പോയ കുട്ടിക്കാലത്തോടെ ഞാനിങ്ങനെ നടന്നു പോയ സമയത്ത് നമുക്ക് കുറെ കഥകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്നയാളാണ് അവിടെ ഇന്ന സമയത്ത് ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ പ്രേതമുണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊന്നുമുള്ള ഒരു 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 മാർക്സ് പോലും അവിടെ ഇപ്പൊ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എൻ്റെ കുട്ടിക്കാലത്തെ ചില മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ അന്ന് ഞങ്ങളൊക്കെ ഇങ്ങനെ സ്കൂളിലേക്കൊക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പണ്ടത്തെ നമ്മുടെ കാരണവന്മാര് പറയുന്നത് പോലെ തന്നെ കുറെ പാടവും പറമ്പും ഒക്കെ കടന്നിട്ടൊക്കെയാണ് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എൻ്റെ കൂടെ കുറച്ച് എൻ്റെ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത വീട്ടിലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടായിട്ട് കൂടി ഇങ്ങനെ വയലുകളിലൂടെയൊക്കെ പാസ് ചെയ്ത്, പിന്നെ കുറെ തോടില്ലേ ഇങ്ങനെ രണ്ട് വയലുകളൊക്കെ കണക്ട് ചെയ്തിട്ട് ചിലപ്പോൾ നടുവിലൂടെ ഒരു വെള്ളം ഒഴുകുന്ന ഒരു ഏരിയ ആയിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒത്തിരി ഡെപ്ത് ഉണ്ടാവില്ല, എന്നാലും നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത്. അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ ആ വെള്ളത്തിലൊക്കെ നീന്തി കുളിച്ച് അല്ലെങ്കിൽ ചാടി തിമർത്ത് അങ്ങനെയൊക്കെ കുറെ കടന്നുപോയി. പിന്നെ കുറെ കുളക്കോഴി അതിന്റെയൊക്കെ പുറകെ ഓടി അരളിച്ചെടിയൊക്കെ പറിച്ചെന്തോ കയ്യിലൊക്കെ ആക്കുന്നു. ഞാനൊക്കെ തീരെ കുഞ്ഞാണ്. ഞാൻ 1ാം ക്ലാസ്സിലൊക്കെ പോകുന്ന ഒരു സമയമാണ്. 1 മുതൽ 3 വരെയാണ് എനിക്ക് അങ്ങനെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ കിട്ടിയത്. അപ്പൊ ഈ അരളിച്ചെടിയൊക്കെ പറിച്ചിങ്ങനെ കയ്യിലൊക്കെ എന്തൊക്കെയോ കളറുകളൊക്കെ ആക്കി പാമ്പിന്റെ ഒക്കെ പിറകെ ഓടിയിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത്. എന്താണേലും ഇന്നത്തെ ഒരു ജനറേഷൻ ടോട്ടലി അത് ഡിഫറെന്റ് ആണ്. ബിക്കോസ് എൻ്റെ കൂടെ തന്നെ പഠിച്ച ചിലരോട് ഞാനിങ്ങനെ എൻ്റെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ ഞാനവര് പറയുമ്പോൾ അവരൊക്കെ എന്നെ അന്താളിച്ച് ഇങ്ങനെ നോക്കുന്നു. കാരണം അവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അവരൊക്കെ ഇങ്ങനെ സ്കൂൾ ബസ് ഇങ്ങനെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ വന്ന് നിന്ന് അതിൽ കയറി പോയവരൊക്കെയാണ്. അപ്പൊ ഞാനാണെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്തും എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നവരോടൊക്കെ ഈ കഥകളൊക്കെ എപ്പോഴും ഓൾമോസ്റ്റ് എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു മേജർ പാർട്ടായിരുന്നു ആ ഒരു 3 ഇയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അത് അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ എല്ലാരും കൂടി ഇങ്ങനെ വയലേലകളിലൂടെയൊക്കെ ഇങ്ങനെ അങ്ങനെയല്ലേ പറയാ, വയലേലകളിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു. പിന്നെ മഴക്കാലാണോ വേനൽക്കാലാണോ എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. ഓൾമോസ്റ്റ് എല്ലാ സമയത്തും അവിടെയൊക്കെ വെള്ളം കാണും. പിന്നെ നന്നായിട്ട് നല്ല ക്ലിയർ വാട്ടർ ഒക്കെ ഇങ്ങനെ ഒഴുകിപ്പോകും. അപ്പം ഒരിക്കലാണെങ്കിൽ ഞാൻ അതിൽ വീഴുണ്ടായി. പിന്നെ അൺഎക്സ്പെക്ടഡ്ലി അല്ല, എക്സ്പെക്ടഡ്ലി ആയിരുന്നു. പക്ഷെ എനിക്കന്ന് തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ. ബിക്കോസ് എൻ്റെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ഓടി വന്ന് ചാടി മറിഞ്ഞ് വെള്ളത്തിൽ ഇങ്ങനെ നേരെ നിൽക്കുന്നത് കണ്ട സമയത്ത് ഞാനും അതുപോലെ എന്നെ കൊണ്ട് അതൊക്കെ പോസിബിൾ ആണെന്നുള്ള രീതിക്ക് ദൂരേന്ന് ഓടി വരും, മറിഞ്ഞ് ചാടുകയൊക്കെ ഉണ്ടായി. അപ്പം എനിക്ക് അന്ന് ഞാൻ തീരെ ചെറുതാണല്ലോ. അപ്പൊ ഞാൻ വെള്ളത്തിൽ കൂടെ അങ്ങ് ഒഴുകി അങ്ങ് പോയി. അവസാനം അവരെല്ലാരും കൂടെ ചാടി എന്നെ പിടിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെയാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ ഈ മഴ വരുന്ന സമയത്ത് ചങ്ങാടത്ത് പോകണം എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ വാഴത്തണ്ടൊക്കെ വെട്ടിമുറിച്ച് ചങ്ങാടമൊക്കെ ഉണ്ടാക്കി അത് കൊണ്ടിട്ട സമയത്ത് അത് മുങ്ങി പോവുകയാണ് കേട്ടോ ഉണ്ടായത്. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ഈ കുടയില്ലേ, കുട നിവർത്തിയിട്ട് മീൻ പിടിക്കുക, വയലിൽ നിന്നൊക്കെ മീൻ പിടിക്കുക. അപ്പം എൻ്റെ ഒരു സാറിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. പുള്ളീനെയാണ് ഞങ്ങൾക്ക് ഏറ്റവും പേടിയുള്ളത്. എപ്പോഴും ഞങ്ങളിങ്ങനെ പറപ്പിച്ച് നോക്കുന്ന ഒരു സാറായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ മീൻ പിടിക്കുന്ന സമയത്ത് ഈ കുടയൊക്കെ എൻ്റെ കുടയാണ് ഇപ്പൊ ഇവര് ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ പുള്ളിക്കുടയില്ലേ, പുള്ളിക്കുടയാണ് എനിക്കും ഉണ്ടായിരുന്നത്. മറ്റവരുടെയൊക്കെയാണെന്ന സമയത്ത് ഇല്ലിക്ക് അത്ര സ്ട്രെങ്ത് ഇല്ല. അപ്പം എൻ്റെ കുട വെച്ചിട്ടാണ് സകല മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ റോഡിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ പാടത്തു നിന്നാണെങ്കിലും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആണ് കേട്ടോ. എന്നെ പോലെയുള്ള മിക്കവർക്കും 90s കിഡ്സിന് എല്ലാവർക്കും ചിലപ്പോൾ ഈ ഒരു മെമ്മറി കാണുമായിരിക്കും. എല്ലാവർക്കും അല്ല, ഞാൻ പറഞ്ഞത്
ചിലർ ഗിഫ്റ്റഡ് ആണ്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മെമ്മറി ചിലപ്പോൾ കാണുമായിരിക്കും. അപ്പം ആ ഒരു മെമ്മറീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. പിന്നെ വേറെ 2 കാര്യങ്ങളുണ്ട് ട്ടോ. നമുക്ക് ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് പൊന്നാമ, അതുപോലെ തന്നെ രണ്ടാമത്തത് കിലുക്കാമ്പട്ടി. ഇത് രണ്ടും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബിക്കോസ് എപ്പഴും പൊന്നാമയുടെ പുറകെയായിരുന്നു. സ്കൂളിലെത്താൻ 9 മണിയാവുന്നതിൻ്റെ ഒരു 2, 3 മണിക്കൂർ പൊന്നാമയുടെ പുറകെ നടക്കും. പിന്നെയാണെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് എനിക്കൊക്കെ കിലുക്കാമ്പട്ടിയാണ് തന്നിട്ട് ചേട്ടന്മാരൊക്കെ സമാധാനിപ്പിക്കുന്നത്. കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊക്കെ ഇങ്ങനെ അതും കിലുക്കി അതുവഴി അങ്ങ് നടന്നോളും. ആ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞിടെ ഞാൻ അവിടെ ചെന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു സ്ഥലം അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനും അവിടെ ഇല്ല. ഞാൻ ചെന്ന സമയത്ത് നമ്മൾ ഈ ഇതിലൊക്കെ കേൾക്കില്ലേ വയലൊക്കെ എല്ലാം മണ്ണൊക്കെ ഇട്ട് നികത്തി അവിടെയൊക്കെ ഇപ്പോൾ വാഴക്കൃഷി മാത്രമേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ആ വയലാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഓടിച്ചെന്ന സമയത്ത് ഞാൻ എത്തിപ്പെട്ടത് ഒരു വാഴത്തോട്ടത്തിലാണ്. അതാണെങ്കിൽ കണ്ടെത്താ ദൂരത്തോളം ഇങ്ങനെ വാഴയും കിടക്കുവാണ്. പിന്നെ പെട്ടെന്ന് ഞാൻ എന്തോ എൻ്റെ മൈൻഡ് അങ്ങ് മാറിപ്പോയി. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമല്ലല്ലോ അത്. ഫുള്ള് അതൊക്കെ മാറി. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ കുറേ ദൂരത്തോട്ടൊക്കെ ഞാൻ പെട്ടെന്ന് ആ നിന്ന നിപ്പിൽ തന്നെ കുറേ നോക്കി. അവിടെയൊന്നും ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതും കാണാനില്ല. പണ്ടുണ്ടായിരുന്ന ആ ഒരു നീർച്ചാലുകളില്ലേ അതൊന്നും അവിടെ അതിൻ്റെ ഒരു സയൻസ് പോലും അവിടെ ഇല്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ അങ്ങനെ അങ്ങ് ഷോക്കായിപ്പോയി ട്ടോ. അപ്പോൾ അത് എന്തോ എനിക്കറിയില്ല എങ്ങനെ പറയാൻ. ആ ഒരു ചിലപ്പോൾ 20 വർഷത്തിന് ശേഷം ഞാൻ പോയതുകൊണ്ടായിരിക്കാം മേ ബി എനിക്കങ്ങനെ പെട്ടെന്നൊരു ഷോക്കിങ് പോലെ തോന്നിയത്. അവിടെ ഉള്ളവർക്കൊന്നും ചിലപ്പം കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അതൊക്കെ അവരുടെ ഒരു ഡേ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ. അങ്ങനെയായിരിക്കും. അപ്പോൾ എന്താണേലും അതായിരുന്നു എൻ്റെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത്. ആ ഒരു സ്ഥലം, ആ ഒരു കാര്യങ്ങൾ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതൊക്കെയായിരുന്നു എൻ്റെ ഒരു കുട്ടിക്കാലത്തിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു പാർട്സ് എന്ന് പറയുന്നത്. ഒരു സ്റ്റോറീസ്. ഓക്കെ. അപ്പോൾ എനിവേ നിങ്ങൾക്കും അങ്ങനെ ഒരു കുട്ടിക്കാലം ഉണ്ടാവുമല്ലോ. മോസ്റ്റ് പീപ്പിൾ അങ്ങനെ ഒരു കുട്ടിക്കാലം നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും. എനിവേ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ നെയിം അറിയാലോ, നയൻതാര സ്റ്റോറിവേഴ്സ്. അപ്പോൾ കുറച്ച് കഥകളൊക്കെ ആയിരിക്കും ഇതിന് വരുന്നത്. എനിവേ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.